ബി.ജെ.പിയുടേത് ഒരു കുതന്ത്ര രാഷ്ട്രീയമാണ്. എതിരാളികളെ വെട്ടിവീഴ്ത്തുകയും ഒപ്പം ചേർന്നവരെ ചേർത്ത് നിർത്തുകയും എന്നാൽ സഖ്യം പിരിയുന്നവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു കളയുന്ന ഒരുതരം സ്വാർത്ഥത രാഷ്ട്രീയം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നെ തമിഴ്നാട്ടിലെ ബി.ജെ.പിയുടെ ഘടകമായ അണ്ണാ ഡി.എം.കെയും ബി.ജെ.പി നേതാക്കളും അത്ര രസത്തിലല്ല പോകുന്നത്. അതിന്റെ ചില മുറിവുറുപ്പുകൾ തോറ്റതിന് പിന്നാലെ വന്നതും നമ്മൾ കണ്ടതാണ്. അതിൽ പിന്നെ ബി.ജെ.പിയുമായി പിരിയുന്ന ഘട്ടത്തിൽ വരെ അണ്ണാ ഡി.എം.കെ എത്തിയിരുന്നു. അങ്ങനെ പിരിഞ്ഞാൽ ഒരിക്കലും തമിഴ്നാട്ടിൽ നിലയുറപ്പിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഭീഷണിയിലൂടെ അവരെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി. അവരിറക്കുന്നതോ എക്കാലത്തും പ്രതിപക്ഷത്തിന്റെ നേർക്ക് വീശിയിരുന്ന ആയുധമായ ഇ.ഡിയെ തന്നെ. തമിഴ്നാട്ടിൽ ബി.ജെ.പി അണ്ണാ ഡി.എം.കെ നേതാക്കളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് എന്ന വാർത്ത കൊണ്ടെത്തിക്കുന്നത് ഇതേ ബി.ജെ.പി കുതന്ത്രത്തിലേക്ക് തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാക്കളുടെ വീടുകളിൽ മാത്രമേ ഇ.ഡി റെയ്ഡ് നടത്താറുള്ളൂ എന്ന ചീത്തപ്പേരും മാറിക്കിട്ടും. അതേസമയം അവർക്ക് അവരുടെ പകയും വീട്ടാം. ബി.ജെ.പി പുതുക്കോട്ട ജില്ലാ ട്രഷററും വ്യവസായിയുമായ മുരുകാനന്ദത്തിന്റെയും അണ്ണാ ഡി.എം.കെ ഭാരവാഹികളായ രണ്ട് സഹോദരങ്ങളുടെയും വീടുകളിലും ഓഫീസുകളിലുമാണ് പരിശോധന നടക്കുന്നത്. 2021 അണ്ണാ ഡി.എം.കെ സർക്കാരിന്റെ കാലത്ത് LED വിളക്കുകൾക്ക് കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കള്ളപ്പണ ആരോപണം ഉയർന്നിരുന്നു. 20ഓളം ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. സുരക്ഷയ്ക്കായി CRPF ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. ബി.ജെ.പിയുമായി വീണ്ടും സഖ്യമില്ല എന്ന അണ്ണാ ഡി.എം.കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ആവർത്തിക്കുന്നതിനിടയിലാണ് പരിശോധനകൾ നടന്നത് എന്നതാണ് ശ്രദ്ധേയം. തമിഴ്നാട്ടിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ ബി.ജെ.പി ആകെ തീർന്ന മട്ടിലാണ്. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കം അണികളെ തമ്മിൽ തല്ലിക്കുന്ന നിലപാടിലേക്ക് തമിഴ്നാട്ടിൽ ബി.ജെ.പി എത്തിച്ചിരിക്കുകയാണ്. ഡി.എം.കെ മന്ത്രിമാരെ അടക്കം പിടിച്ച് ജയിലിൽ ഇട്ട കേന്ദ്ര സർക്കാർ വേഗത്തിൽ തമിഴ്നാട്ടിൽ കളം പിടിക്കാൻ സാധിക്കുമെന്നാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നായ തമിഴ്നാട്ടിൽ സീറ്റുകൾ ഡി.എം.കെ തൂത്തുവാരുകയായിരുന്നു. അണ്ണാ ഡി.എം.കെ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ തോറ്റ് ഓടിയതോടെ ബി.ജെ.പി തമിഴ്നാട്ടിൽ നാഥനില്ല കളരിയായി മാറി. ഇതിനിടയിലാണ് തമിഴ്സൈ സൗന്ദരരാജനും അണ്ണാമലയും തമ്മിലുള്ള അടിയും ദേശീയ തലത്തിൽ പോലും ചർച്ചയായതും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും വോട്ടെടുപ്പ് നടക്കുകയും ഫലപ്രഖ്യാപനം നടക്കുകയും ചെയ്ത 3 മാസത്തിനിടയിലാണ് ഒരു സംസ്ഥാനത്ത് ബി.ജെ.പി ആകെ തകർന്നടിഞ്ഞത്. അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന പോലെ തെരഞ്ഞെടുപ്പിന് തോറ്റതിന് ഇ.ഡി റെയ്ഡ് എന്നതാണ് ബി.ജെ.പിയുടെ രീതി.